അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച മലപ്പുറം മുന്നിയൂർ പഞ്ചായത്തിൽ സത്വര നടപടികളാണ് പഞ്ചായത്തും ആരോഗ്യവകുപ്പ് അധികൃതരും കൈക്കൊള്ളുന്നത്. പുഴയിൽ കുളിച്ചവരുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് എന്തെങ്കിലും രോഗലക്ഷണമുള്ളവരെ കണ്ടെത്താനാണ് ആദ്യ ശ്രമം. നിലവിൽ പ്രദേശത്ത് ആശങ്കയുള്ള സാഹചര്യം ഇല്ല എന്നാണ് പൊതുവായിട്ടുള്ള വിലയിരുത്തൽ. ആദ്യമായിട്ടാണ് അമീബിക് മെനിഞ്ചൈറ്റിസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ മുന്നിയൂർ ഗ്രാമം ഒന്നാകെ ആശങ്കയിലാണ്. ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാം എന്ന കാര്യം ആലോചിക്കുവാൻ മുന്നിയൂർ പഞ്ചായത്തിൽ അധികൃതർ യോഗം ചേർന്നു. യോഗത്തിന് ശേഷം നമ്മോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ്, മെഡിക്കൽ ഓഫീസറെല്ലാം ചേരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയാണ്. ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു അസുഖം നമ്മളെ ഒരു പരിസരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ അടിയന്തരമായി ചെയ്യാൻ തീരുമാനിച്ചത്? ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അസുഖം നമ്മളെ പഞ്ചായത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ തന്നെ ഭയങ്കര ആശങ്കയിലായി. തൊട്ടടുത്ത ദിവസം ഞങ്ങൾ ഇവിടെ മഴയ്ക്ക് മുന്നോടിയായിട്ടുള്ളൊരു വിപുലമായിട്ടുള്ളൊരു മീറ്റിംഗ് കൂടിയതാണ് പഞ്ചായത്ത് ഓഫീസിൽ. എല്ലാ ആളുകളും വന്ന് ആ സമയത്തൊന്നും നമ്മളിത് അറിയുന്നില്ല. ഇന്നലെ രാവിലെയാണ് നമ്മളിത് അറിയുന്നത്. മുന്നിയൂർ പഞ്ചായത്തിലെ 18-ാം വാർഡിലെ പാറക്കൽ കടവിൽ കുളിച്ചൊരു കുട്ടിക്കാണ് ഈ അസുഖം ബാധിച്ചത്. അവര് ചെമ്മാട് ക്ലിനിക്കിൽ 2 തവണ കാണിച്ചു. അതിനുശേഷം ഭേദമാവാഞ്ഞിട്ട് ചേളാരി DMH ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടുന്നാണ് അവർ റെഫർ ചെയ്തത്. അവിടെ നിന്ന് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ. പിന്നെ നമ്മളെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവർ. എല്ലാവരും അതീവ ജാഗ്രതയിൽ തന്നെ ആ ഭാഗം മൊത്തം പുഴയിലേക്ക് ഇറങ്ങരുത് എന്നും, അവിടെ നാലോളം കടവുണ്ട്, ആ കടവിലേക്ക് ഇറങ്ങരുത് എന്നും, പിന്നെ ക്ലോറിനേഷൻ ആ തൊട്ടടുത്ത കിണറുകളിലൊക്കെ ക്ലോറിനേഷൻ ചെയ്തു. അവിടെയൊക്കെ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. ആ സമയത്ത് കുളിച്ച എല്ലാവരോടും എന്തെങ്കിലും അസുഖത്തിന്റെ ഇത് കാണുന്നുണ്ടെങ്കിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്താനും, അവിടുന്ന് 2-3 ആളുകളുടെ ഫോൺ നമ്പർ സഹിതം എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവിടെ ക്ലോറിനേഷനും എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഭയാശങ്കപ്പെടേണ്ടെന്നുള്ള ഇതാണ്. ഇപ്പം മഴ പെയ്തതിനെ തുടർന്ന് വെള്ളം ഒലിക്കൽ തുടങ്ങിയെന്ന് എന്നുള്ളതാണ്. ഇത് മൂക്കിലേക്കൂടെയാണ് ഈ അണുബാധ തലച്ചോറിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും ഞങ്ങളിപ്പോൾ ഒരു മൈക്ക് അനൗൺസ്മെന്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. കടലോണ്ടിപ്പുഴ, പാറക്കടവ് തൊട്ട് ചുഴലി ഭാഗം, കുന്നത്തുപറമ്പ്, അതുപോലെ കളിയാട്ടമുക്ക്, മണ്ണട്ടാമ്പാറ ഈ പ്രദേശങ്ങളിൽ ഒരു മൈക്ക് അനൗൺസും കൂടി ചെയ്യാൻ. സാർ, ഇപ്പോൾ ഈ ഒരു സ്ഥിതി എത്രമാത്രം ആശങ്ക ഉണ്ടാകുന്നത്? കാരണം ആദ്യമായിട്ടാണോ ഇങ്ങനെ അസുഖം റിപ്പോർട്ട് ചെയ്യുന്നത്? എന്തൊക്കെയാണ് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഈ ഒരു അസുഖം അമീബിക് മെനിങ്കോഎൻകെഫലൈറ്റിസ് ആണ്. മസ്തിഷ്ക ജ്വരമാണ്. അത് അമീബ പരത്തുന്ന രോഗമാണ്. അത് കേരളത്തിൽ ഇതിനു മുമ്പ് 4 പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തത്. ആലപ്പുഴയിലൊരു കുട്ടി മരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഇന്നലെ അറിഞ്ഞ ഭാഗം തന്നെ ആൾക്കാരോട് ഇത്രയൊരു അസുഖം, ഒരു അറിയാത്ത അസുഖം വരുമ്പോൾ ആൾക്കാർക്ക് ഒരു ഭയങ്കര ആശങ്ക ഉണ്ടാവുമല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടി കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് മനുഷ്യന് ഇപ്പോൾ കോവിഡ് മാതിരി മനുഷ്യന് പരക്കുന്ന രോഗമല്ല. ഇത് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ, ചൂടുള്ള വെള്ളത്തിൽ മൂക്കിലൂടെ തരിപ്പിലൂടെ കയറുന്ന ഒരു അമീബയാണ്, ഒരു രോഗാണുവാണ്. അത് തലച്ചോറിന്റെ നമ്മുടെ ആവരണത്തിനെ, മെനിഞ്ചസിനെ ബാധിച്ചിട്ട് അങ്ങനെയാണ് ഈ അസുഖം വരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പനിയും ശക്തിയായ തലവേദന, ഛർദില്, അതുപോലെ തന്നെ ചിലപ്പോൾ കഴുത്തിന് വേദന ഉണ്ടാവും, അപസ്മാരം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങളുള്ള ആൾക്കാരാണ് ഇതാണ്. അപ്പോൾ ഈ കുളിച്ച അതിന് മുമ്പ് ഇപ്പോൾ ഈ ഒരു അസുഖം നമ്മൾ അറിയുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കെട്ടിക്കുന്ന വെള്ളങ്ങൾ ഇപ്പോൾ പയലില്ല. എന്നാലും നമ്മളിപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം മുമ്പ് കുളിച്ചവരോടൊക്കെ അവരോട് നമുക്ക് ആശങ്കപ്പെടേണ്ട. ഇങ്ങനത്തെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഇപ്പം പ്രസിഡന്റ് പറഞ്ഞ മാതിരി 2-3 ആൾക്കാരെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവരായിട്ട് ബന്ധപ്പെട്ടുക, അല്ലെങ്കിൽ മെഡിക്കൽ ഇവിടെ കുടുംബാരോഗ്യ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വന്നിട്ട് ഈ അവർ ലക്ഷണങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ ഇതിന്റെ ലക്ഷണങ്ങളാണെങ്കിൽ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കുളിച്ചാലും ഇത് ശരീരത്തിൽ പ്രവേശിച്ചാലും 10 ദിവസം എടുക്കുന്നുണ്ട് ലക്ഷണങ്ങൾ വരാൻ. അല്ല, ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു 3 to 7 days ആണ്. 10 ദിവസം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞങ്ങൾ അത് വെച്ചതാണ്. എന്താ പറയുക, ഇനിയിപ്പോൾ ആശങ്ക ആൾക്കാർക്ക് ഉണ്ടാകുന്ന വെച്ചിട്ട് ഇതിനെ പ്രധാനമായി കാണുന്നത് 5 days 3-6 ഇതിലാണ്. ഈ കുട്ടി തന്നെ കുളിച്ചത് 7 ദിവസം മുമ്പാണ്. അതിനുശേഷമാണ് ഈ സിംറ്റംസ് വന്നത് 10-ാം തീയതിയാണ്. 10-ാം തീയതി ചെമ്മാട് കാണിച്ചു, പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി. അപ്പോൾ ഈ ആൾക്കാർ ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷെ നമ്മൾ ഒരു കരുതലെടുക്കണം. ഈ ഇങ്ങനത്തെ ഏരിയ ഇപ്പോൾ ഇങ്ങനത്തെ
പ്രസിഡന്റ് പറഞ്ഞ കാര്യം നമ്മളിപ്പോൾ ഒരു ബോർഡ് വെക്കുകയാണ്, അതുപോലെ അനൗൺസ്മെന്റ് നടത്തുകയാണ്. ആ ഏരിയയിൽ കുളിക്കരുത്, ഇനി കുറച്ച് കാലത്തേക്ക് കുളിക്കരുത്, മഴ പെയ്യുന്നവരെ കുളിക്കരുത്. പിന്നെ ആൾക്കാരെങ്കിലും ഇപ്പം ഈ സമയത്തിൽ ലക്ഷണങ്ങളുള്ളവർ ഇതേപോലെ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നമുക്ക് അടിയന്തരമായിട്ട് റെഫർ ചെയ്യേണ്ട കേസാണെങ്കിൽ നമ്മൾ റെഫർ ചെയ്തിട്ട് ടെസ്റ്റുകൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആ പുഴയിലുള്ളതും അതിന്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലുള്ള വെള്ളമൊക്കെ നമ്മൾ സാമ്പിൾ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പം മലപ്പുറത്ത് PH ലാബിലേക്ക് ഈ സാമ്പിളുകൾ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റിസൾട്ട് നമുക്ക് നോക്കാം. അങ്ങനെ ഈ അമീബ അവിടെ ഇനിയും ഉണ്ടോ എന്നുള്ളത് മിക്കവാറും ഒഴുകി പോയിട്ടുണ്ടാവും. ഈ ഒരു കടവ് അങ്ങയുടെ വാർഡിലല്ലേ, വലിയ ആഴമില്ലാത്ത അപകടമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഒരുപാട് പേര് വരുന്നതാണോ ആ ഒരു മേഖലയെ അറിയുന്നത്? അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം പുഴ ഞങ്ങളുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. എപ്പോഴും ആളുകൾ പുഴയിട്ട് ബന്ധപ്പെടും, കുളിക്കാൻ, അലക്കാൻ, കുട്ടികൾക്ക് വേനൽക്കാലത്ത് ഉല്ലസിക്കാനൊക്കെ. പിന്നെ ആഴം കുറഞ്ഞ സ്ഥലം ഉള്ളതുകൊണ്ട് ധാരാളം കുട്ടികൾ വന്ന് കുളിക്കും. അപ്പോൾ ഈ വേനൽക്കാലത്ത് അവധിക്കാലമൊക്കെ ആയപ്പോൾ ധാരാളം കുട്ടികൾ വന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു പുതിയ അനുഭവമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇതിന്റെ മുന്നേ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമാണ്. എന്തായാലും ഞങ്ങൾ അറിഞ്ഞ ഉടനെ വലിയ മുൻകരുതലുകൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ തീരുമാനങ്ങൾ ഇപ്പോൾ ഉടനടി നടപ്പാക്കണം അല്ലേ? തീരുമാനങ്ങൾ നടക്കുക. ഞങ്ങള് മൂന്നൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ ഞങ്ങൾ വളരെ തൽപരരായിട്ടാണ് പ്രവർത്തനം നടത്താറ്. ഇപ്പോ തൊട്ടടുത്ത ദിവസമാണ് ഞങ്ങൾ ഈ മഴക്കാല മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടി വിപുലമായ ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും പിടിച്ച് ഞങ്ങൾ ഓഡിറ്റോറിയം നിറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും വിളിച്ചിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. പക്ഷേ ആ ദിവസം വരെ, അതിപ്പോ മിനിയാന്ന് ലാസ്റ്റ് ഡേ, അന്ന് വരെ ഞങ്ങൾ ഈ വിവരം അറിയുന്നില്ല. ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി മാത്രമല്ല, നമ്മുടെ ഫാമിലി ഹെൽത്ത് സെന്ററും അറിയുന്നില്ല. അപ്പൊ ആരോഗ്യവകുപ്പ് യഥാസമയം ഈ വിവരം റിപ്പോർട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ട്. കാരണം ഇത് 2-3 ദിവസമായി മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണല്ലോ കുട്ടി. അപ്പൊ അതൊരു വലിയ ഒരു വീഴ്ചയായിട്ടാണ് നമ്മൾ കാണുന്നത്. അറിഞ്ഞത് മുതൽ ഞങ്ങൾ സജീവമായിട്ട് ഇപ്പൊ ഞങ്ങളെ ടീം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഫീൽഡിലുണ്ട്, എല്ലാവർക്കും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ അടുത്ത സമയങ്ങളിലൊക്കെ പുഴയിൽ കുളിച്ച ആളുകൾ ലിസ്റ്റ് എടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും പിന്നെ ഈ ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മുൻകരുതലും ഞങ്ങൾ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണ് മുന്നിയൂർ പഞ്ചായത്ത് അധികൃതർക്ക് പറയാനുള്ളത്. മുൻകരുതലുകൾ എല്ലാം തന്നെ ഇനി ചെയ്യേണ്ട നടപടികളെല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. ആരും പുഴകളിലേക്ക് പോകരുത് നിർദ്ദേശം നൽകും. മുൻപ് കുളിച്ചവരുടെ വിവരങ്ങൾ ശേഖരിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മഴ പെയ്തതോടെ ആ പുഴയിൽ നിന്നും അമീബ ഒഴുകിപ്പോകാനുള്ള അമീബ കലർന്ന ജലം ഒഴുകിപ്പോകാനുള്ള സാധ്യതയും ഇവർ വിലയിരുത്തുന്നുണ്ട്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. അനുമോദാണ് റിപ്പോർട്ട് ചെയ്ത് മലപ്പുറത്ത് നിന്ന്. അവിടെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം, അത് എല്ലാവർക്കും അത്ര കേട്ട് പരിചിതമല്ലാത്ത ഒരുപാട് അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും ജാഗ്രത പുലർത്തുക. ഇത് ഏത് സമയത്തും ആർക്കും നേരിടാമല്ലോ. അപ്പോൾ കൃത്യമായി ജാഗ്രത പുലർത്തുക, കൃത്യമായി മുന്നൊരുക്കം കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് അറിയുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നമ്മൾ കൂടുതൽ